നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ അതിഥിയായി ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലെ ദേശീയ നേതാവ്. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി. കേരള രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ ശബ്ദം ശ്രീ രമേശ് ചെന്നിത്തല. എവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം ശ്രീമാർ. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന് വളരെ സന്തോഷമുണ്ട്. കുറച്ചാളായി ശ്രീമാനെ കണ്ടിട്ട്. അതെ അതെ. ഏതായാലും രാഷ്ട്രീയത്തില് പല 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 കാര്യങ്ങൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഇന്റർവ്യൂ പൊളിറ്റിക്സ് ഈസ് ആൾവേസ് ചേഞ്ചിങ്, നോട്ട് സ്റ്റാറ്റിക്. അതെ, ദാറ്റ്സ് ട്രൂ. അപ്പോൾ എപ്പോഴും നമുക്ക് ഓരോരോ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരോട് സംവദിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരൊക്കെ വർഷങ്ങളായി അവിടെ ജീവിക്കുന്നവരാണ്, നാട്ടിലേക്ക് വല്ലപ്പോഴൊക്കെ വരുന്നവരാണ്. അപ്പൊ ശ്രീകുമാറിലൂടെ അവരോടൊക്കെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം തീർച്ചയായിട്ടും. അവരെല്ലാം വളരെ ആങ്ഷ്യസ് ആണ് കേരളത്തിൽ നടക്കുന്ന ഓരോ ചലനത്തെയും കുറിച്ചിട്ട്. അപ്പൊ താങ്കളുടെ എന്നോട് പറയാറുണ്ട്, ആനന്ദ ടി വി കണ്ടു, കഴിഞ്ഞ ആളത്തെ ഇന്റർവ്യൂ ആയി കേട്ടു എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഏതായാലും താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരാം. ശ്രീ കെ കരുണാകരന്റെ മാനസപുത്രനായിരുന്നു. ലീഡറിന്റെ എല്ലാ വാത്സല്യവും ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച കോൺഗ്രസിലെ വളരെ അപൂർവം ആൾക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം കൊണ്ട് എന്താണ് ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത്? അത് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ലീഡറെ പോലും മഹാവ്യക്തിത്വത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നൽകിയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ഭരണാധികാരി എന്നുള്ള നിലയിൽ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തിലൂടെയാണ് നോക്കി മനസ്സിലാക്കിയിട്ടുള്ളത്. ഭരണാധികാരി ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ്. അപ്പോൾ അവരുടെ ആത്യന്തികമായ കമ്മിറ്റ്മെൻ്റ് ആരോടാണ്? ജനങ്ങളോടാണ്. അപ്പം നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിയമമില്ല ചട്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമങ്ങളെയും ചട്ടങ്ങളെയും മാറ്റി എഴുതി പോലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്ത് എനിക്ക് വലിയൊരു ഉദാഹരണം ഉള്ളത്, എൻ്റെ മുമ്പിലൊരു ഉദാഹരണം അർജുൻ സിംഗ് ആണ്. ഒരിക്കൽ അർജുൻ സിംഗിനെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ആ കേസിൻ്റെ ആധാരം ഇതാണ്: അർജുൻ സിംഗ് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഫയൽ വന്നു, ഒരാളുടെ ട്രാൻസ്ഫറിന് വേണ്ടിയാണ്. അപ്പോൾ അത് ജനുവിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ നിയമപ്രകാരവും ചട്ടപ്രകാരവും അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നിലവിലിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ശിഥിലമാക്കിക്കൊണ്ട് ജനതാല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഉത്തരവ് നൽകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെയും ചെയ്യാം. ഹിന്ദിയിലാണ്. ഓക്കെ, ഹിന്ദിയിലാണ് പറഞ്ഞത്. ഓക്കെ. सारे नियम और कानून को शिथिल करते हुए जनता के इच्छा के अनुसार और ताल्पर्य के अनुसार मैं ये ഓർഡർ देता हूँ എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുത്തു. ജബൽപൂർ ഹൈക്കോടതി അത് പിടിച്ചു. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? വലിയ വാദപ്രതിവാദങ്ങളാണ്. അവസാനം ഉത്തരവ് വന്നത് അർജുൻ സിംഗ് പറഞ്ഞത് ശരിയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു പെറ്റീഷൻ കൊടുത്തുകൊണ്ട് നിയമമില്ല ചട്ടമില്ല, അങ്ങനല്ല. ഓക്കെ, ചട്ടവും നിയമവും അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഞാൻ കണ്ട രണ്ട് നേതാക്കളാണ്, ഒന്ന് അർജുൻ സിംഗും ശ്രീ കെ കരുണാകരനും. തീർച്ചയായിട്ടും. അപ്പോൾ നാളെ ആര് ഭരണാധികാരിയായാലും അവർ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യണം. അത് ശ്രീ ഉമ്മൻചാണ്ടി ചെയ്യുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ് അദ്ദേഹം ക്യാബിനറ്റിൽ വന്നിട്ട് സാധാരണ ജനങ്ങളെ, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങളും ചട്ടങ്ങളും തടസ്സമാണെന്ന് കണ്ട് ആ നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി ഞങ്ങൾ ക്യാബിനറ്റിൽ. അപ്പം ഈ കൊളോണിയൽ കാലം മുതലുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതെല്ലാം മാറേണ്ട കാലം കഴിഞ്ഞു, അല്ലേ? തീർച്ചയായിട്ടും. ആശാൻ പറഞ്ഞ പോലെ ചട്ടങ്ങൾ മാറ്റുവിൻ ചട്ടങ്ങളെ. ഏതായാലും നമ്മളിപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നതും വ്യവസായം എന്ന് പറയുന്നതും രണ്ടാണ്. ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങ് നേടിയിരിക്കുന്ന ഒരു പാണ്ഡിത്യമുണ്ട്. അത് ശ്രീ കരുണാകരനിൽ നിന്ന് തുടങ്ങിയ ഒരു പാണ്ഡിത്യമാണ്. ഇപ്പൊ നമുക്ക് BJP യുടെ നേതൃത്വം എന്ന് പറയുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ
ഒരു കോർപ്പറേറ്റ് ലെവലിലാണ് ഈ രാഷ്ട്രീയത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലായി വരും? ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. കോർപ്പറേറ്റ് രീതി അല്ലല്ലോ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറവായിരുന്നു. നമ്മളൊക്കെ 10-50 വർഷമായി ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ കണ്ടു അവരോടൊപ്പം താതാത്മ്യം പ്രാപിച്ചു വരുന്നവരാണ്. അതിപ്പോൾ ഒരു പ്രദേശത്ത് എന്നാൽ തന്നെ അത് ഞാൻ ഫീൽ ചെയ്യും. നമുക്ക് ഫീൽ ചെയ്യാണ് വാട്ട് ദേ വാണ്ട്, വാട്ട് ഈസ് ദെയർ ആസ്പിറേഷൻ, വാട്ട് ഈസ് ദെയർ തിങ്കിങ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് അറിയണമെങ്കിൽ വലിയ പാടാണ് അല്ലേ? അദ്ദേഹം പിന്നെ ആളിനെ കൊണ്ട് സർവേ നടത്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ലാഭം. ഇത് നമുക്കൊന്നും ഒരു സർവേ ആവശ്യമില്ല. ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ജനങ്ങളുടെ വികാരം അവർക്ക് മനസ്സിലാവും, ആസ്പിറേഷൻസ് മനസ്സിലാവും, ഡ്രീംസ് എന്താണെന്ന് മനസ്സിലാവും, അവരെന്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. താങ്കൾക്ക് പ്രത്യേകിച്ചും വളരെ ചെറുപ്പകാലം മുതലേ ഈ രാഷ്ട്രീയത്തിൽ വരെയും പല പല പൊസിഷനിൽ ആ കാലത്ത് തന്നെ ഒരു പക്ഷേ ആ കാലത്ത് അത്രയും ഉയർന്ന പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആയിരുന്നു കാണും ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് 26-ാമത്തെ വയസ്സിൽ MLA, 28-ാമത്തെ വയസ്സിൽ മന്ത്രി. അപ്പം അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസാണ്. അപ്പം നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ എന്താണ്, വി ക്യാൻ ഫീൽ ദ പൾസ് ഓഫ് ദ പീപ്പിൾ ഈസിലി. അതാണ് എൻ്റെ പോയിന്റ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഇതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ ആയി വളർന്നു വന്നവരുണ്ട്, സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കിപ്പം ഗൂഗിൾ നോക്കി കാര്യം പറയേണ്ട ആവശ്യമില്ല, സർവേ നോക്കണ്ട. ഞങ്ങൾക്ക് അല്ല, ഇതൊന്നും വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. അല്ലല്ല, അത് ഒരു വേണ്ട രംഗത്ത് അത് വേണം, ഒരു ഗൈഡൻസ് തരും, അത് വേണം. പക്ഷെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കണം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് ആണ്, പക്ഷെ അദ്ദേഹം ജനങ്ങളുടെ പ്രവർത്തിക്കേണ്ടി വരും, തെളിയിക്കേണ്ടി വരും അദ്ദേഹത്തിന്. ഇപ്പം താങ്കൾ നിരവധി തവണ പാർലമെന്റ് അംഗമായിട്ടുണ്ട്, നിയമസഭാ അംഗമായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയായപ്പോൾ, ഇപ്പോ ഹരിപ്പാട് MLA ആണ്, AICC അംഗമാണ്, മഹാരാഷ്ട്രയുടെ ചുമതല. ഇപ്പോ കോൺഗ്രസിന് അകത്ത് നടക്കുന്ന ഒരു ചേരിപ്പോരുണ്ടെന്നാണല്ലോ പൊതുജനങ്ങൾ പറയുന്നത്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങ് തൃപ്തനാണോ? എൻ്റെ തൃപ്തിയില്ലായ്മയുള്ള അല്ല പ്രശ്നം. ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് പരിശോധിക്കുന്ന ഏതൊരു വ്യക്തി, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളായ വ്യക്തികൾ, അതിനുശേഷം വന്ന ഭരണാധികാരികളും നാടിനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച നിലയിലല്ല ഇന്ന് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയം ഒരു പ്രൊഫഷനല്ല. ഒരിക്കലും അല്ല. രാഷ്ട്രീയം ജനസേവനമാണ്. അതാണ് ഗാന്ധി പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു ഇഷ്യൂ തീരുമാനിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ദൈന്യതയാർന്ന മുഖമാണ് വരേണ്ടത്. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന തീരുമാനം കൊണ്ട് ആ പാവപ്പെട്ടവന് എന്ത് ഗുണമുണ്ടാകും, അതായിരിക്കാൻ ചിന്ത. ഇന്ന് അതാണോ? ഇന്ന് അദാനിക്കും അംബാനിക്കും വേണ്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റുകളല്ലേ രാജ്യത്തുള്ളത്. ഞാൻ അവരാരും വേണ്ടെന്നല്ല പറഞ്ഞു, തീർച്ചയായിട്ടും അവരും വേണം. പക്ഷെ അവർക്ക് വേണ്ടിയല്ല. ഇപ്പം ബീഹാറിൽ 1200 ഏക്കർ സ്ഥലം അദാനിക്ക് പതിച്ചു കൊടുക്കുകയാണ്. ധാരാവി മുഴുവൻ അദാനിക്ക് കൊടുത്തു. ബോംബെയിൽ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും എയർപോർട്ടുകളും എല്ലാം റെയിൽവേയും എല്ലാം അദാനിക്ക് കൊടുക്കുകയാണ്. അത്തരം നടപടികൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല. കോർപ്പറേറ്റുകളല്ലല്ലോ, ആ കോർപ്പറേറ്റുകൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. പക്ഷേ എല്ലാം അവർക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയം മാറ്റത്തിന് വിധേയമാണ്. ഇന്ത്യയിലെ ഇപ്പോഴും പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട ഒരു 10-40-45% വരുന്ന ജനങ്ങളുടെ ജീവിതം നന്നാക്കുന്ന ആ രാഷ്ട്രീയത്തെയാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് ഇവിടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താ? പണക്കാരൻ കൂടുതൽ പണക്കാരനാകുന്നു, പാവപ്പെട്ടവൻ ഏറ്റവും പാവം. ഇത് ആഫ്റ്റർ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇന്ത്യ ലോകം മുഴുവൻ അതാണ്. പണക്കാരൻ കൂടുതൽ പണക്കാരനാകുന്നു, പാവപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് എന്താ, ലോകത്തിലൊരു ഡിവിഷൻ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഇല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ലോകത്ത് കാണുന്ന ഈ അഗ്രഷൻ, എന്തുമാത്രം ഇഷ്യൂസ് ആണ് ഈ ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ചെന്നു. ഓസ്ട്രേലിയയിൽ ചെന്ന ദിവസം തന്നെ സിഡ്നിയിൽ ഭയങ്കര സമരം.
എന്താ സമരം? കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള തദ്ദേശീയ അതിപ്പോ യു കെയിൽ നടന്നു, യു കെയിലും ഉണ്ടായി, ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്നു. അപ്പൊ ഇത് എന്താണ്? ആളുകൾ കുടിയേറുന്നതിന്റെ കാര്യം എന്താ? അവന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുമ്പോൾ, തൊഴിലില്ലാത്ത അവസരം ഉണ്ടാകുമ്പോൾ തൊഴിലിടത്തേക്ക് അവൻ പോകും. പക്ഷെ ഈ വരുന്നവൻ ചെയ്യുന്ന ആ നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആരും ഓർക്കുന്നില്ല. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലേക്ക് കേരളത്തിലെ ജനങ്ങൾ കുടിയേറി. ഇന്ന് നമ്മൾ കാണുന്ന മിഡിൽ ഈസ്റ്റ് കെട്ടിപ്പടുത്തത് ആരാണ്? ഈ മലയാളികളായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരാണ്. അവരുടെ അധ്വാന ശേഷിയാണ് ഇന്ന് അവിടെ കെട്ടിപ്പൊക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഫാക്ടറികളും എല്ലാം. തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ടേമില് പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് താങ്കൾ അസാമാന്യമായ പാടവം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം ശക്തമല്ല എന്ന ഒരു വാദം ഉയരുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണും? ശരി, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അത് വെച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു. ഇപ്പോഴത്തെ പ്രതിപക്ഷവും അവരുടേതായ നിലയിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ജനവിരുദ്ധത, 10 വർഷമായൊരു ഗവൺമെൻറ് ഭരിക്കുകയാണ്. സ്വാഭാവികമായി ആ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ശക്തമാണ്. അപ്പോൾ എത്ര സമരം ചെയ്താലും പോരാ എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. 10 വർഷം നാട് ഭരിച്ചിട്ടും ഇപ്പോഴും ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ഗവൺമെൻറ് അവിടെ ഉള്ളത്. പാർട്ടിക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്ന ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം അതുകൊണ്ട് ശക്തമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ മാറണം. അതിനനുസരിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ഒരു മാറ്റമുണ്ടാകും എന്ന വിശ്വാസമാണ് എനിക്ക്. അത് ഇപ്പോൾ വി ഡി സതീശൻ്റെ വിഷൻ 2025 തദ്ദേശ സ്വയംഭരണത്തിൽ പ്രാവർത്തികമാകുമോ? അല്ല, വിഷൻ 25 എന്ന് പറയുന്നത് വയനാട്ടിലെ ക്യാമ്പിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു കാര്യമാണ്. ആ ചർച്ചയുടെ കരട് രൂപം അവതരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ഞങ്ങളെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ KPC പ്രസിഡന്റ് ആയിരിക്കുന്ന 2010 70% പഞ്ചായത്തുകൾ നമ്മൾ അന്ന് ജയിച്ചതാണ്. അപ്പോൾ അതൊന്നും അസാധ്യമായ കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചാൽ ഈ വിജയം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഇന്ന് കൂട്ടായ പ്രവർത്തനം നടക്കുക. ഈ അടുത്ത സമയത്താണല്ലോ ഈ അയ്യപ്പ സംഗമം നടന്നത്. അപ്പോൾ അതിൽ കുറേ നല്ലതും പറയുന്നവരുണ്ട്, മോശം പറയുന്നവരുമുണ്ട്. പ്രതിപക്ഷം ആളുകൾ വരുന്നുമ്പേ ഒഴിഞ്ഞ കസേരയുടെ ഫോട്ടോ എടുത്തു പബ്ലിസിറ്റി കൊടുത്തു എന്ന് പറയുന്നു. എന്താണ് അതേക്കുറിച്ച് പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ ഞങ്ങൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഗവൺമെൻറ് ക്ലാരിറ്റി ഉണ്ടാക്കണം. ഒന്ന്, ആചാര സംരക്ഷണം ഏറ്റവും പ്രധാന ഘടകമാണ്. ഭക്തജനങ്ങളുടെ വിശ്വാസം പ്രധാനപ്പെട്ട കാര്യം. സുപ്രീം കോടതിയിൽ വിധി സ്ത്രീകളെ കയറ്റണമെന്നുള്ള, യുവതികളെ കയറ്റണമെന്നൊരു വിധി ഉണ്ടായി. എങ്ങനെ വിധി ഉണ്ടായി? UDF ഗവൺമെൻറ് കാലത്ത് നമ്മൾ കൊടുത്ത അഫിഡവിറ്റിൽ നമ്മൾ പറഞ്ഞു ആചാര സംരക്ഷണത്തിന് വേണ്ടി യുവതികളെ കയറ്റാൻ പാടില്ല. ദൗർഭാഗ്യവശാൽ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോൾ അവർ ആ അഫിഡവിറ്റ് തിരുത്തിയിട്ട് പറഞ്ഞു എല്ലാവരെയും കയറ്റണം. അങ്ങനെയാണ് ആ വിധി വരുന്നത്. അങ്ങനെയാണ് ലിംഗനീതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധി വരുന്നത്. ഞങ്ങളുടെ പോയിന്റ്, ആ അഫിഡവിറ്റ് തിരുത്തണം. 1. 2, അന്നത്തെ കാലഘട്ടത്തിൽ നാമദേവ ഘോഷയാത്ര നടത്തിയ ആളുകളുടെ പേരിൽ ആയിരക്കണക്കിന് കേസിൽ ഉമ്മൻചാണ്ടി ഞാനും പ്രതിയാണ്. ഞങ്ങൾ പമ്പയിൽ സത്യാഗ്രഹം നടത്തിയത്. ഉമ്മൻചാണ്ടി മരിച്ചിട്ടും ആ കേസ് പോയില്ല. അവസാനം റാന്നി കോടതി ഞങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടു. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകളുടെ പേര് കേസുണ്ടാകുന്നതും പിൻവലിച്ചിട്ടില്ല. 3, ചെയ്തത് അന്ന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് യുവതികളെ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ, കലിയുഗവരതനായ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ചതിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇത്രയും ഒന്നും ചെയ്യാത്തടത്ത് പിന്നെ ഞങ്ങൾ പോകേണ്ട കാര്യം എന്താ? പിന്നെ അവിടെ ആളില്ലാതിരുന്നെന്ന് പറഞ്ഞ് അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ആരും കാണിച്ചതല്ല. അവിടെ പോയ പത്രപ്രവർത്തകർ തന്നെ നേരിട്ട് കണ്ടതാണ്.
ഉച്ച കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പം എല്ലാവരും പോയി. പാർട്ടിക്കാരെല്ലാം അങ്ങ് പോയി. പാർട്ടിക്കാരെ കയറി ഓക്കെ. 51 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമെന്ന് പറഞ്ഞു. ഏത് രാജ്യത്ത് നിന്നാണ് വന്നേ? കെട്ടും കട്ടി വന്ന അയ്യപ്പന്മാരെ അതിനകത്ത് വിളിച്ചിരുത്തി ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു. ഉച്ചയ്ക്ക് ഊണ് കൊടുത്തത് നല്ല കാര്യമാണ്. അവിടെ ആരും ഇല്ലായിരുന്നു. അതാണ് അയ്യപ്പ സംഗമം പൊളിഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞു. ഓക്കെ. പക്ഷെ ആ അയ്യപ്പ സംഗമം കൊണ്ട് വേറൊരു വ്യക്തത വന്നു എന്നുള്ളതാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൂടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഇപ്പോ LDFനെയും മന്ത്രിസഭയും പുകഴ്ത്തി പറയുന്നു. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായില്ലേ? അല്ല, ഓരോ സംഘടനയ്ക്കും അവരുടേതായ അഭിപ്രായം പറയാം. NSN അവരുടെ അഭിപ്രായം പറയാം, SNDPക്ക് അവരുടെ അഭിപ്രായം പറയാം. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത്. അത് ശരിയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ കഴിഞ്ഞ മന്ദം ജയന്തിയുടെ മുഖ്യ അതിഥിയായിരുന്നു താങ്കൾ. അപ്പോൾ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് NSSുമായിട്ടുള്ള പിണക്കമെല്ലാം മാറി കോൺഗ്രസിലേക്ക് ഒരു ചായ്വ് വന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നത് അങ്ങനെയല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന്. NSS എടുക്കുന്ന ഒരു തീരുമാനത്തോട് ഞാൻ എന്ന് യോജിക്കുന്ന ആളാണ്. കഴിഞ്ഞ ഇത്രയും കാലമായിട്ടും BJPയോ RSSനെയോ ആ NSS പരിപാടികളിലോ NSS സ്ഥാപനങ്ങളിലോ അവരൊരിക്കലും കയറ്റിയിട്ടില്ല. അതാണ് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയാൻ കാരണം. ഇവിടെ ഇപ്പോൾ അവർ സമദൂരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി. ഓക്കെ. ശബരിമല കാര്യത്തിൽ NSSന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട്, ശരിയാണ്. അത് മാനിച്ചിരിക്കുന്നു ഞങ്ങൾ. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം, പക്ഷെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോഴും സമദൂരമാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് ആ സമദൂരത്തിൽ തന്നെ നിന്ന് നിൽക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഇനിയും സമയമുണ്ട്, സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ വളരെ ശക്തമായ ഒരു നിലപാടാണ് എടുത്തത്. ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ ഉണ്ടോ? ഒരു മാറ്റവും. അന്ന് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചാണ്, ഞങ്ങളുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചത്. ഓക്കെ. ഒരു കോൺഗ്രസിൻ്റെ MLA ആയിരിക്കുന്ന ഒരാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ പേരിൽ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ തീർച്ചയായും ആ സ്ഥാനമൊഴിഞ്ഞ് നമ്മൾ നിയമപരമായ കാര്യങ്ങളെ നേരിടുക എന്നുള്ളതാണ് ആവശ്യം. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റി. ഓക്കെ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു, ഇല്ല വേണ്ടതുണ്ടായിരുന്നു. ഓക്കെ. ഏതായാലും ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ്. ആ തീരുമാനം ഇപ്പോഴും നിലവിലുണ്ട്. UDF 2026 അധികാരത്തിൽ വരുമെന്ന് പൊതുജനം പ്രതീക്ഷിക്കുന്നു. പക്ഷേ കോൺഗ്രസിനകത്തുള്ള ഈ ചേരുതിരിവ് കാരണം എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. കേരളത്തിലെ കോൺഗ്രസ് ജനങ്ങളും പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. ജനങ്ങൾ മാറ്റത്തിൽ നിൽക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായി ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ മാറ്റത്തിനും ഭരണമാറ്റത്തിനും ഒരുമിച്ച് നിൽക്കും. ഇപ്പൊ കോൺഗ്രസിലെ നിരവധി നേതാക്കൾ അടുത്ത തവണ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുകയാണ് എന്നാണ് പൊതുജനത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ താങ്കളുടെ പേരുണ്ട്, കൂടാതെ VD സതീശനുണ്ട്, ശ്രീ K സുധാകരനുണ്ട്, ശ്രീ K മുരളീധരനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ശ്രീ KC വേണുഗോപാലിനെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള വർത്തമാനവും നടക്കുന്നുണ്ട്. എത്രത്തോളം വാസ്തവമുണ്ട്? കേരളത്തിലെ കോൺഗ്രസിനും ഇന്ത്യയിലെ കോൺഗ്രസിനും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാനുള്ളൊരു രീതിയുണ്ട്. ഞങ്ങൾ മുൻകൂട്ടി മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കാറില്ല. നിങ്ങളിവിടെ പറഞ്ഞത് ശരിയാണ്, ഇത്രയും നേതാക്കന്മാരിവിടെ ഉണ്ട്. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്പത്താണ്. ഈ നേതൃത്വം ധാരാളം, അല്ലാണ്ട് പിണറായി വിജയൻ അല്ലാതെ വേറൊരു നേതാവും മാർക്സിസ്റ്റ് പാർട്ടിയിലില്ല. ഞങ്ങളുടെ പാർട്ടി അതുപോലെയല്ല, ധാരാളം നേതാക്കന്മാരുള്ള പാർട്ടി. അതിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി MLA-മാരുമായി ചർച്ച നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് ഇപ്പൊ നിങ്ങൾ അല്ല, ഈ പ്രതിപക്ഷം ഇത്രത്തോളം ആരോപണം ഉന്നയിച്ചിട്ടും LDFന് വ്യക്തമായ ഒരു തീരുമാനമുണ്ട് അടുത്ത സമയത്തെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന്. അങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ട് കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നില്ല? അല്ല, ഞങ്ങൾക്ക് ഏതായാലും പിണറായി വിജയൻ തന്നെ ആണെന്ന് പറയുന്നതാണ് സൗകര്യം.
ഏറ്റവും കൂടുതൽ ആൻറ്റി ഇൻകംബൻസി ഉള്ള ആൾ പിണറായി വിജയൻ തന്നെയാണ്. ഞങ്ങളങ്ങനെ ഒരു ശൈലിയില്ല. നിങ്ങൾ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. അതുകൊണ്ട് ഇവിടെയും അത് പ്രഖ്യാപിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഒറ്റക്കെട്ടായിട്ടാണ് നേതാക്കന്മാരെല്ലാം നിൽക്കുന്നു എന്നാണോ ഈ പറഞ്ഞത്? അല്ല, വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷേ കേരളത്തിലൊരു ഭരണമാറ്റം വേണമെന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെൻറ് വരണമെന്നും ജനങ്ങളും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിക്കുന്നു. ആ സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു യാത്ര നടക്കാൻ പോകുന്നു എന്ന് കേട്ടു. അത് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഏതൊരു പത്രത്തിൽ വന്നു എന്നാരോ പറഞ്ഞു. അതൊന്നും തീരുമാനിക്കാൻ സമയമായിട്ടില്ല, 6 മാസം കൊണ്ട്. തീർച്ചയായും അവർ കേരളത്തിൽ കൂടുതൽ പ്രചരണ രംഗത്തുണ്ടാവും. കാരണം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ജയിപ്പിച്ച മണ്ഡലം കൂടി കേരളത്തിലാണ്. പക്ഷെ സമയമോ അതിനെപ്പറ്റിയുള്ള അന്തിമ തീരുമാനമോ ആയിട്ടില്ല. അപ്പൊ ഈ പറയുന്നതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇല്ലേ? ഇപ്പൊ അടുത്ത നമുക്കിപ്പോ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ പൊതുജനം ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണെന്നും അത് കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്നോ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ എത്ര സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത? 100 സീറ്റുകളും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ. അത്രയും ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണുമോ? അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലിയായിട്ട് വ്യത്യാസം ഉണ്ട്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയം മാത്രമല്ല, വ്യക്തികൾ, ബന്ധുത്വം, അയൽവക്കം, ഇങ്ങനെയൊക്കെയുള്ള പല പല ഘടകങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേരിടും. പക്ഷെ അസംബ്ലിയും പാർലമെന്റും ഒക്കെ രാഷ്ട്രീയ അടിസ്ഥാനം. ഞങ്ങളുടെ ഈ ഇന്റർവ്യൂ അവസാനിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. പ്രതിപക്ഷം ശക്തമല്ല എന്ന് പറയുന്ന പൊതുജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ ചെയ്യണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശിവകുമാർ തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ജനവിരുദ്ധതയും സർക്കാരിൻ്റെ അഴിമതിയും കൊള്ളയും വളരെ കൂടുതലാണ്. എത്ര ചെയ്താലും പോരാ എന്നുള്ള ചിന്ത വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് വളരെ നന്ദിയുണ്ട്. മാത്രമല്ല, അങ്ങയുടെ താല്പര്യപ്രകാരം ഒരു മുഖ്യമന്ത്രിയായി ഈ കസേരയിൽ അടുത്ത തവണ വന്നിരിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.